അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്? പലർക്കും പല ഉത്തരമാണ്. ചില ആളുകൾ പറയും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചിലർ പറയും ഞാൻ എൻ്റെ പാഷന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ചിലർ പറയും എൻ്റെ പ്രൊഫഷൻ അതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. പലർക്കും പല ലക്ഷ്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഒരാൾ ജീവിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയും ജിന്നുകളെയും ഞാൻ പടച്ചിട്ടില്ല. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതായിരിക്കണം. അള്ളാഹു നമ്മെ പടച്ചത് അവന് നന്ദി കാണിക്കാനും അവനെ ഇബാദത്ത് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകൾ എന്തൊക്കെയാണ്? അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്, നിസ്കാരമാണ്, നോമ്പാണ്, സക്കാത്താണ്, അതുപോലെ തന്നെ പുഞ്ചിരിക്കലാണ്, അതുപോലെ മാതാപിതാക്കളെ സേവിക്കലാണ്, അതുപോലെ സത്യം മാത്രം പറയലാണ്, കളവ് പറയാതിരിക്കലാണ്, അതുപോലെ അനീതി ചെയ്യാതിരിക്കലാണ്, അക്രമം പ്രവർത്തിക്കാതിരിക്കലാണ്. ഇതൊക്കെ അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.